ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ലച്ചുവിടുന്നുണ്ട് കേട്ടോ. ഞാനിന്നോട് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് മനസ്സിലായില്ലേ? ഇത് ആര്യവേപ്പിൻ്റെ ഇലയാണ്. പേൻ്റെ ശല്യം കൂടുതലുള്ള കുഞ്ഞുമക്കൾക്ക് വേണ്ടിയിട്ടുള്ളൊരു അടിപൊളി ഐറ്റാണ് ആര്യവേപ്പിൻ്റെ ഇല. ഇത് അരച്ച് തലയിൽ തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേൻ്റെ ശല്യം കുറേ മാറും കേട്ടോ. ആദ്യം ലച്ചുവിന് തലയിൽ ഇപ്പോൾ ഉള്ള പേനും പിന്നീട് ഇനി തേച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 ആഴ്ചയ്ക്ക് മേളിലായിരുന്നു ലച്ചു തേക്കാൻ തുടങ്ങിയിട്ട്. ആഴ്ചയിൽ 2 പ്രാവശ്യം ഇട്ടാൽ മതി കേട്ടോ. അപ്പോഴേക്കും കുറേയൊക്കെ പോവും. ഇതിട്ടതിന് ശേഷമുള്ള ലച്ചുവിൻ്റെ തലയിലുള്ള പേനും ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യം ഇരുമ്പോൾ കുറേ പേനുകളുണ്ടായിരുന്നു. അതും റിയൽ വീഡിയോ ഞാൻ കാണിച്ചു തരാം. വെറുതെ പ്ലെയിൻ ആയിട്ടുള്ള തലയിൽ തേക്കരുത്. നമ്മൾ എന്ത് ചെയ്യാം, കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടോ ഹോട്ട് മസാജ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. അല്ലെങ്കിൽ വെറുതെ വെളിച്ചെണ്ണ, അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി കുരുക്ക് വെളിച്ചെണ്ണയൊക്കെ ഉണ്ടെങ്കിൽ ആ വെളിച്ചെണ്ണയൊക്കെ തേച്ചിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ഞാൻ മിക്സിയിൽ വെള്ളം ഒഴിച്ച് അരച്ചെടുത്തിട്ട് വന്നിട്ട് കുട്ടികളുടെ തലയിൽ തേക്കാനായിട്ടുള്ള വെളിച്ചെണ്ണയും അതുപോലെ തന്നെ നമ്മുടെ ആര്യവേപ്പിൻ്റെ ഇത് അരച്ച് കൊണ്ടിട്ടുണ്ട് കേട്ടോ. അതല്ല അരച്ച് കൊണ്ടുവന്ന നല്ല പതഞ്ഞല്ല കണ്ട താളി പരുവത്തിലായിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതെന്ത് ചെയ്യുക, ഇത് രണ്ടാണ് നമ്മൾ തലയിൽ തേച്ച് കൊടുക്കാൻ പോകുന്നത്. അത് നമുക്ക് എണ്ണ തേച്ച് കൊടുക്കാം. കുട്ടികളുടെ തലയിൽ ഇങ്ങനെ വകച്ചിട്ടിട്ട് എന്ത് ചെയ്യുക, എണ്ണ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. കഴിഞ്ഞ ആഴ്ചയിലാണ് ഞാൻ തേച്ചത്. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഒന്നും കൂടി അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതും കൂടി ചേർത്ത് ഒരു 3 വട്ടം ചെയ്തിട്ടുണ്ടാവും. നന്നായിട്ട് പെയിന് ഈരുള്ള മക്കളെ തലയിൽ ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കല്ലേ, സ്കൂൾ തുറക്കണേക്കാട്ട് മുമ്പ് കുട്ടികളുടെ തലയിലൊക്കെ പേനൊക്കെ പോകണമെങ്കിൽ വേറെ കെമിക്കലൊന്നും ചെയ്യണ്ട. ഇപ്പോൾ എല്ലാവരും കുറേ ഇംഗ്ലീഷ് മരുന്നുകളും ഷാമ്പും അതും ഇതും ഒക്കെ തേക്കുന്നുണ്ട്. അതൊന്നും കുഞ്ഞുങ്ങളുടെ തലയ്ക്ക് അത്ര നല്ല പെർഫെക്റ്റ് ഇല്ല. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ, അല്ലെങ്കിൽ എൻ്റെയൊക്കെ വീട്ടിൽ ഞാൻ ചെറുപ്പത്തിൽ ചെയ്തിരുന്ന ഒരു റെമഡി ഇതാണ് കേട്ടോ. തലയിൽ എണ്ണ തേച്ച് കൊടുത്തിട്ട് വെറുതെ വിടാണ്ട് ഒന്ന് തല നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് മുടി നന്നായിട്ട് വളരുള്ളൂ കേട്ടോ. മിക്കവരും വെറുതെ എണ്ണ തേച്ച് വിട്ടിട്ട് 2 മിനിറ്റ് കഴിഞ്ഞ് കൊണ്ടുപോയി ഷാമ്പൂര് തല കഴുകിക്കളയും. അതിൽ തലയ്ക്കൊരു ഗുണമുണ്ടാവില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മിക്സി പിന്നെ വേണം തന്നെ കഴുകി വെക്കണം, അല്ലെങ്കിൽ അതിനൊരു കയ്പ്രസം ഉണ്ടാവും കേട്ടോ. പിന്നെ അതിൽ എന്തരച്ചാലും ആ ഒരു കയ്പ്പ് ആ ഫുഡിൽ, എന്ത് ഫുഡാണ് നിങ്ങൾ അടുത്ത് നിങ്ങൾ മിക്സിയിൽ അരയ്ക്കാൻ പോകണം അതൊന്നും ഉണ്ടാവും. അപ്പോൾ വേഗം മിക്സിയിലൊക്കെ അരയ്ക്കണവരൊക്കെ ആണെങ്കിൽ വേഗം തന്നെ അത് കഴുകുക. അപ്പോൾ അമ്മിക്കല്ല് അരക്കല്ലിലൊക്കെയാണ് അരയ്ക്കണമെന്നെങ്കിലും ഇതന്നെ ചെയ്യാം, വേഗം കഴുകി കളയാം. അല്ലെങ്കിൽ കയ്പ്രസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്കിനി ആര്യവേപ്പിൻ്റെ ഈ താളി അപ്ലൈ ചെയ്താലോ? ഇതേ ഞാനത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് തലയിൽ തേച്ച് പിടിപ്പിക്കാം. ഇത് നമ്മൾ പാക്കെല്ലാം ചെയ്തിട്ട് ഇതേ മുടി ഇങ്ങനെ റോൾ ചെയ്ത് വെക്കുക. ഇനി ഒരു 10 മിനിറ്റ് തലയിൽ പിടിക്കാൻ വേണ്ടിയിട്ട് വെക്കുക. ഇനി ഇത് കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, വലിയവർക്കും യൂസ് ചെയ്യാം. ഇതിൻ്റെ ബാക്കി എൻ്റെ തലയിൽ ഞാൻ തേക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വലിയവർക്കും ഇതുപോലെ പെൻഷനിൽ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാം. ആ പേനുകളും ഈ പേനുകളും എത്രത്തോളം കുറഞ്ഞു എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. വളരെ കുറച്ചുള്ളൂ. ഇനി ഇത് അടുത്ത ആഴ്ചയും കൂടി ഒന്ന് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ എന്താ, പേൻ്റെ അളവ് ശരിക്കും കുറയും കേട്ടോ.